ഫ്രണ്ട്സ്, ദൈവം ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കിയതിന് ശേഷമുള്ള ആദമിൻ്റെയും ഹവ്വയുടെയും കേവ് ഓഫ് ട്രഷേഴ്സിലെ ജീവിതകാലം വിവരിക്കുന്ന ഇതിൻ്റെ പാർട്ട് 1 ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വായിച്ചിട്ടില്ലാത്തവർ അതാദ്യം വായിക്കുക. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ജാരദിൻ്റെ അവസാന ദിവസങ്ങൾ കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ മരണശേഷം നിധിഗുഹയ്ക്കടുത്ത് താമസിച്ചിരുന്ന ആളുകളുടെ മേലുള്ള അവസാന ശുശ്രൂഷ ജാരദിൻ്റെ മൂത്ത പുത്രനായ ഈനോക്കിൻ്റേതായിരുന്നു. നമുക്കതൊന്ന് കേൾക്കാം. അധ്യായം 21. അതിനുശേഷം മറ്റൊരു കൂട്ടം ആൾക്കാർ ഒന്നിച്ചുകൂടി. അവർ തങ്ങളുടെ സഹോദരന്മാരെ അന്വേഷിച്ചിറങ്ങി. എന്നാൽ അവരും മറ്റുള്ളവരെ പോലെ തന്നെ നശിച്ചുപോയി. അങ്ങനെ തന്നെ ഓരോ ഗ്രൂപ്പും ഒന്നിനു പുറകെ ഒന്നായി പോയി. കുറച്ചു പേർ മാത്രം ആ മലയിൽ ശേഷിക്കുന്നത് വരെ അത് തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ദുഃഖത്താൽ വിറങ്ങലിച്ചു പോയ ജാരേദ് രോഗിയായി തീർന്നു. അദ്ദേഹത്തിൻ്റെ രോഗം അങ്ങനെയുള്ളതാകയാൽ ജാരേദ് തൻ്റെ മരണദിനത്തോട് അടുത്തുകൊണ്ടിരുന്നു. പിന്നെ അദ്ദേഹം തൻ്റെ മൂത്ത മകനായ ഹാനോക്കിനെയും ഹാനോക്കിൻ്റെ മകനായ മെതുശലഹിനെയും മെതുശലഹിൻ്റെ മകനായ ലാമക്കിനെയും ലാമക്കിൻ്റെ മകനായ നോഹയെയും വിളിച്ചു. അങ്ങനെ അവർ അദ്ദേഹത്തിൻ്റെ അടുക്കലെത്തിയപ്പോൾ ജാരദ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരെ അനുഗ്രഹിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ നീതിമാന്മാരും നിഷ്കളങ്കരുമായ പുത്രന്മാരാണ്. ഈ വിശുദ്ധ മലയിൽ നിന്നും താഴേക്ക് നിങ്ങൾ ഇറങ്ങരുത്. നോക്കൂ, നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും ഈ വിശുദ്ധ മലയിൽ നിന്നും താഴേക്ക് ഇറങ്ങിപ്പോയത് മ്ലേച്ഛമായ മോഹവും ദൈവകൽപ്പനയുടെ ലംഘനവും നിമിത്തം അവർ ഈ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് സ്വയം അകന്നു പോയിരിക്കുന്നു. പക്ഷേ ദൈവീക ശക്തിയാൽ എനിക്കറിയാം, ദൈവം നിങ്ങളെ ഈ വിശുദ്ധ മലയിൽ ഉപേക്ഷിക്കുകയില്ല. നിങ്ങളുടെ കുട്ടികൾ ദൈവകൽപ്പനയും നമ്മുടെ പിതാക്കളിൽ നിന്ന് നമുക്ക് ലഭിച്ച കൽപ്പനകളും ലംഘിച്ചു എന്ന കാരണത്താൽ എന്ന. പക്ഷേ ഓ എൻ്റെ മക്കളെ, ദൈവം നിങ്ങളെ ഒരു അന്യദേശത്തേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഈ പൂന്തോട്ടവും ഈ വിശുദ്ധ മലയും കാണുവാൻ പിന്നെ ഒരിക്കലും നിങ്ങൾ ഇവിടേക്ക് മടങ്ങി വരികയില്ല. ആകയാൽ എൻ്റെ മക്കളെ, നിങ്ങളുടെ ഹൃദയം നിങ്ങളിൽ തന്നെ ഉറപ്പിക്കുക. നിങ്ങളോടൊപ്പമുള്ള ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുക. നിങ്ങൾ ഈ വിശുദ്ധ മലയിൽ നിന്നും നിങ്ങൾക്കറിയുവാൻ പാടില്ലാത്ത അന്യദേശത്തേക്ക് പോകുമ്പോൾ നിങ്ങളോടൊപ്പം നമ്മുടെ പിതാവായ ആദമിൻ്റെ ശരീരം, സ്വർണം, ധൂപവർഗം, മൂർ എന്നീ 3 വിലയേറിയ സമ്മാനങ്ങളോടും വഴിപാടിനോടൊപ്പവും എടുക്കണം. നമ്മുടെ പിതാവായ ആദമിൻ്റെ ശരീരം സംസ്കരിക്കുന്ന സ്ഥലത്ത് അവ ഇരിക്കട്ടെ. എൻ്റെ മക്കളെ, നിങ്ങളിൽ ശേഷിക്കുന്നവൻ്റെ അടുക്കൽ ദൈവവചനം വരും. ശേഷിക്കുന്നവൻ ഈ ദേശം വിട്ടു പോകുമ്പോൾ നമ്മുടെ പിതാവായ ആദമിൻ്റെ മൃതദേഹം കൊണ്ടുപോയി ഭൂമിയുടെ നടുവിൽ മോക്ഷം പ്രാപിക്കുന്ന സ്ഥലത്ത് വയ്ക്കും. അപ്പോൾ നോഹ അദ്ദേഹത്തിനോട് ചോദിച്ചു: ഞങ്ങളിൽ അവശേഷിക്കുന്നവർ ആരായിരിക്കും? അതിന് യാരദ് പറഞ്ഞു: നീയാണ് അവശേഷിക്കുക. നീ ഞങ്ങളുടെ അപ്പനായ ആദമിൻ്റെ മൃതദേഹം ഗുഹയിൽ നിന്ന് എടുത്ത് വെള്ളപ്പൊക്കം വരുമ്പോൾ പെട്ടകത്തിൽ വെക്കണം. നിന്റെ മകൻ ശേം, നിന്റെ ഉദരത്തിൽ നിന്നും വരുന്നവൻ, അവനായിരിക്കും നമ്മുടെ പിതാവായ ആദമിൻ്റെ ശരീരം ഭൂമിയുടെ മധ്യത്തിൽ എവിടെ നിന്നാണോ രക്ഷ വരുന്നത് ആ സ്ഥലത്ത് കിടത്തുക. പിന്നെ ജാരേദ് തൻ്റെ മകനായ ഹാനോക്കിൻ്റെ നേരെ തിരിഞ്ഞ് അവനോട് പറഞ്ഞു: എൻ്റെ മകനെ, നീ ഈ ഗുഹയിൽ വസിച്ച് നമ്മുടെ പിതാവായ ആദമിൻ്റെ ശരീരത്തിന് മുമ്പാകെ നിന്റെ ആയുഷ്കാലം മുഴുവൻ ഉത്സാഹത്തോടെ ശുശ്രൂഷ ചെയ്യുക. നിന്റെ ജനത്തെ നീതിയിലും നിഷ്കളങ്കതയിലും പോറ്റുക. ജാരേദ് പിന്നെ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കൈകൾ അയഞ്ഞു, കണ്ണുകൾ അടഞ്ഞു.
തൻ്റെ പിതാക്കന്മാരെ പോലെ വിശ്രമത്തിലേക്ക് കടന്നു. അദ്ദേഹത്തിൻ്റെ 989 വയസ്സിൽ നോഹയ്ക്ക് 360 വയസ്സുള്ളപ്പോൾ ഒരു വെള്ളിയാഴ്ച ടെക്സസിൻ്റെ 12-ാം ദിവസമാണ് ഇത് സംഭവിക്കുന്നത്. ടെക്സസ് എന്ന് പറഞ്ഞാൽ എത്യോപ്യൻ കലണ്ടറിലെ ഒരു മാസമാണ്. എന്നാൽ യാരേദ് മരിച്ചപ്പോൾ അതീത ദുഃഖത്താൽ അദ്ദേഹത്തിൻ്റെ മുഖത്തു കൂടി കണ്ണുനീർ ഒഴുകി. കാരണം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ കാലത്തായിരുന്നു സേത്തിൻ്റെ പുത്രന്മാർ വഴിതെറ്റിപ്പോയത്. അതിനുശേഷം ഈനോക്ക്, മെതുസലാഹ്, ലാമേക്ക്, നോഹ ഈ 4 പേരും അദ്ദേഹത്തെ ഓർത്ത് കരഞ്ഞു. ശ്രദ്ധയോടുകൂടി എംബാം ചെയ്തിട്ട് നിധി ഗുഹയിൽ അദ്ദേഹത്തെ കിടത്തി. അതിനുശേഷം അവർ എഴുന്നേറ്റു. 40 ദിവസം അദ്ദേഹത്തിന് വേണ്ടി വിലപിച്ചു. ആ വിലാപ ദിനങ്ങൾ കഴിഞ്ഞപ്പോഴും അവർ ഹൃദയവേദനയിൽ തന്നെയായിരുന്നു. അവരുടെ പിതാവ് അവരെ വിട്ടുപോയി. ഇനി ജീവനോടുകൂടി അദ്ദേഹത്തെ കാണുവാൻ കഴിയുകയില്ലാത്തതിനാൽ. എന്നാൽ ഹാനോക്ക് തൻ്റെ അപ്പനായ യാരേദിൻ്റെ കൽപ്പന പ്രമാണിച്ചുകൊണ്ട് ഗുഹയിലെ ശുശ്രൂഷ തുടർന്നു കൊണ്ടുപോയി. അനേകം അത്ഭുതങ്ങൾ സംഭവിച്ച അതേ ഹാനോക്ക് തന്നെയാണിത്. പ്രസിദ്ധി ആർജിച്ച ഒരു പുസ്തകം എഴുതിയതും ഇദ്ദേഹം തന്നെയാണ്. എന്നാൽ ആ അത്ഭുതങ്ങൾ ഒന്നും ഇതിൽ പറഞ്ഞതായി കാണുകയില്ല. അതിനുശേഷം പക്ഷെ സേത്തിൻ്റെ മക്കൾക്ക് വഴിതെറ്റി അവർ വീണുപോയി. അവരും അവരുടെ മക്കളും ഭാര്യമാരും ഇത് കണ്ടപ്പോൾ ഈനോക്കിൻ്റെയും മെതുസലാഹിൻ്റെയും ലാമക്കിൻ്റെയും നോഹയുടെയും ഹൃദയങ്ങളിൽ അവർ ക്ലേശം അനുഭവിച്ചു. അവിശ്വാസത്താൽ നിറഞ്ഞ സംശയത്തിൽ അവർ വീണുപോയതിനാൽ അവർ കരഞ്ഞുകൊണ്ട് ദൈവത്തോട് കരുണയ്ക്കായി യാചിച്ചു. അവരെ രക്ഷിക്കാനും ആ ദുഷ്ടതലമുറയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാനുമായി. ലോർഡിൻ്റെ മുൻപാകെ ഈനോക്ക് തൻ്റെ ശുശ്രൂഷ 385 വർഷം തുടർന്നു. അതിൻ്റെ അവസാനം ദൈവാനുഗ്രഹത്താൽ അദ്ദേഹം മനസ്സിലാക്കി ദൈവം തന്നെ ഈ ലോകത്തിൽ നിന്ന് നീക്കം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നു എന്ന്. അതിനുശേഷം ഈനോക്ക് തൻ്റെ മകനോട് പറഞ്ഞു, ഓ എൻ്റെ മകനെ, എനിക്കറിയാം ദൈവം വെള്ളപ്പൊക്കം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഈ സൃഷ്ടിയെ നശിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നു എന്ന്. ഈ മലയിൽ ഈ ജനതയുടെ മേൽ വാഴുന്ന അവസാന ഭരണകർത്താവ് നീ ആയിരിക്കും. കാരണം ഈ വിശുദ്ധ മലയിൽ കുട്ടികളെ ജനിപ്പിക്കുവാൻ ഒരുവൻ പോലും അവശേഷിക്കുകയില്ല എന്ന് ഞാൻ അറിയുന്നു. നിങ്ങളിൽ ആരും തങ്ങളുടെ മക്കളുടെ മേൽ ഭരണം നടത്തുകയില്ല എന്ന് മാത്രമല്ല, വലിയ കൂട്ടമൊന്നും ഈ മലയിൽ അവശേഷിക്കുകയുമില്ല. ഈനോക്ക് ഇതും കൂടി അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സോളുകളെ സൂക്ഷിച്ചുകൊള്ളുക. ദൈവഭയത്താലും ശുശ്രൂഷയാലും ഉറച്ചു നിൽക്കുക. സത്യസന്ധമായ വിശ്വാസത്താൽ ദൈവാരാധന നടത്തുക. നീതിയോടും നിഷ്കളങ്കതയോടും വിധിയോടെയും പശ്ചാത്താപത്തോടെയും അതോടൊപ്പം വിശുദ്ധിയോടെയും ദൈവത്തെ സേവിപ്പീൻ. ഈനോക്ക് അവർക്ക് കൽപ്പനകൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം അവനെ ആ മലമുകളിൽ നിന്നും ജീവന്റെ ദേശത്ത് നീതിമാന്മാരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും മണിമാളികയിലേക്ക്, സന്തോഷത്തിൻ്റെ പർദീസയിലേക്ക്, സ്വർഗം വരെ എത്തുന്ന പ്രകാശമുള്ളിടത്തേക്ക് കൊണ്ടുപോയി. അത് ഈ ലോകത്തിൻ്റെ പുറത്തുള്ള വെളിച്ചമാണ്. കാരണം അത് ഈ ലോകത്തെ മുഴുവൻ നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ വെളിച്ചമാണ്. പക്ഷെ ഒരു സ്ഥലത്തിനും അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല. അങ്ങനെ അദ്ദേഹം ദൈവ വെളിച്ചത്തിലായിരുന്നതിനാൽ താൻ മരണത്തിൻ്റെ പിടിയിൽ നിന്ന് മുക്തനാണ്. ദൈവം താൻ മരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് വരെ എന്ന് ഈനോക്ക് സ്വയം കണ്ടെത്തി. എല്ലാം കൂടി മെതുശലേഹ്, ലാമേക്ക്, നോഹ എന്നീ 3 പേർ ഒഴികെ നമ്മുടെ പിതാക്കന്മാരിൽ ഒരാളോ അവരുടെ മക്കളോ ആ വിശുദ്ധ പർവ്വതത്തിൽ ശേഷിച്ചിരുന്നില്ല. കാരണം മലമുകളിൽ നിന്നും ബാക്കി എല്ലാവരും താഴേക്ക് പോയി, കയ്യിൻ്റെ മക്കളോടൊപ്പം പാപത്തിൽ വീണുപോയി. അതിനാൽ അവർ ആ പർവ്വതത്തെ വിലക്കി. ആ 3 പുരുഷന്മാരല്ലാതെ മറ്റാരും അതിൽ ശേഷിച്ചില്ല.
ഈ ബുക്കുകൾ ഇത്രയും വായിച്ചതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് ബൈബിളിൽ ഉൾപ്പെടുത്താതെ പോയത് നമുക്കൊരു നഷ്ടമല്ലേ? അതല്ലേ വിശ്വാസികളിൽ ചിലരെങ്കിലും അവിശ്വാസികളുടെ പ്രഭാഷണങ്ങൾ കേട്ട് ബൈബിൾ എന്ന പുസ്തകം ഞാൻ വലിച്ചെറിയുന്നു എന്ന് പറയുവാൻ കാരണം? നിങ്ങളുടെ അഭിപ്രായം അറിയുവാൻ താല്പര്യമുണ്ട്. ബൈബിളിൽ ഉത്തരമില്ലാത്ത പലതിനും നമുക്ക് ഉത്തരം കിട്ടി. ഇതിനെ തിരസ്കരിച്ചത് സാത്താന്റെ പ്രവൃത്തി മൂലമോ? ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സീക്രട്സ് ഓഫ് ഈനോക്ക് അടുത്തതിൽ സത്യാന്വേഷണികളുടെ ആത്മീയ ജീവിതത്തിന് തിരസ്കരിക്കപ്പെട്ട ഈ ബുക്കുകൾ മുതൽക്കൂട്ടാണ് എന്ന് കരുതുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും മറക്കേണ്ട. താങ്ക് യു.